വൻകിട കോർപ്പറേറ്റുകൾ ടാക്സ് വെട്ടിക്കുന്നില്ല എന്നുള്ളതാണ് തികച്ചും തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഇടത്തര കച്ചവടക്കാർ രാജ്യത്ത് കേരളത്തിൽ 8,000-ഓളം ഉണ്ടായിരുന്നു. അത് ഇന്നത് 6,000 താഴെയായിരുന്നു. 95%-ലധികം സ്വർണം മാത്രം 95%-ലധികം വ്യാപാരം നടക്കുന്ന 4-5 കോർപ്പറേറ്റുകളുടെ കീഴിലാണ്. എന്നാൽ അവർ സർക്കാർ ലഭിക്കുന്ന ടാക്സ് വെറും 5% എന്ന കൊച്ചു കച്ചവടക്കാർ ടാക്സ് താരതമ്യം വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. 100 കിലോ സ്വർണം വിൽക്കുമ്പോൾ 95-96 കിലോ സ്വർണം വിൽക്കുന്നത് ഏതാനും വിരലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾ. അവരുടെ കടയിലാണ് 100 മുതൽ 500 പവൻ വരെ 600 പവൻ വരെയുള്ള സ്വർണങ്ങൾ വിൽക്കുന്നത്. അവരെ ബില്ലുകൾ പരിശോധിക്കുമ്പോൾ 100 പവന്റെ ഒരു ബില്ല് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെയാണ് ശ്രദ്ധ, അവിടെയാണ് ടാക്സ് താഴെ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്ക് സ്വസ്ഥമായി വ്യാപാരം ചെയ്യാൻ പറ്റൂ. കാരണം സർക്കാർ തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ഫൈനുകൾ ഏർപ്പെടുത്തുമ്പോൾ ചിലതിലെങ്കിലും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കണമെന്നൊരു താല്പര്യം ഉണ്ടാകാം. ഇപ്പൊ സർക്കാർ നല്ല രീതിയിൽ വരുമാനം ഉണ്ടായാൽ വ്യാപാര മേഖല കുറച്ചുകൂടി ശക്തമാകും. കാരണം നമുക്കറിയാം, ഇന്ന് രാജ്യത്തെ 4 കോടി ചെറുകിട സംരംഭകരുണ്ട്. ഇവരിലെണ്ണാതെ കോർപ്പറേറ്റുകളെ മാറ്റി നിർത്തിയാൽ 16 കോടി തൊഴിലാളികളുണ്ട്. 20 കോടി ജനങ്ങളുടെ ജീവിതമാർഗമാണ് ഈ ചെറുകിട സംരംഭ മേഖല. ഈ മേഖലയെ വിരലെണ്ണാവുന്ന ആളുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം കോർപ്പറേറ്റുകൾ വലിയ സമ്മാന പദ്ധതികൾ വെക്കും. ചിലപ്പോൾ വലിയ കാറായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ 1/2 കിലോ സ്വർണമായിരിക്കും വെക്കുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന 5, 10, 15 കിലോ മാത്രം സ്റ്റോക്കുള്ള ഒരു ചെറുകിട സ്വർണ്ണ വ്യാപാരിക്ക് അവരുടെ ഒപ്പം കോർപ്പറേറ്റുകളോടൊപ്പം എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സാധാരണ ഇടത്തരം വ്യാപാരിക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അതിന് പരിഹാരമാണിത്. ഒന്ന്, സർക്കാരിലേക്ക് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്. കാരണം ഈ ആപ്പ് വിജയിച്ചാൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ 1987 മുതൽ ഏകോപന സമിതി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് തലം മുതൽ ജില്ലാതലം സംസ്ഥാന തലം പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് വരെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ധനകാര്യമന്ത്രിമാരെക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയും നിയമസഭാ കവാടത്തിൽ തോമസ് ഐസക്കിന്റെ അടക്കം കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സർക്കാരിലേക്ക് പരമാവധി വരുമാനം കൂട്ടാനുള്ള താല്പര്യം ഉള്ളതുപോലെ തന്നെ ഈ മേഖലയിലെ ചെറുകിട വ്യാപാരികളെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. മന്ത്രിയായി വന്നപ്പോഴാണ് ആദ്യമായി GST ബില്ലിന്റെ പേര് പുറത്ത് ഒരുതരം ലക്കടി ആരംഭിച്ചത്. അത് വലിയ വലിയ ആശ്വാസകരമായ പദ്ധതിയായിരുന്നു. ടാക്സ് വെട്ടിപ്പ് തടയാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിയില്ല. അതിനെ കൂടി കവർ ചെയ്യുന്ന ഒരു ആപ്പാണ് സാർ. കാരണം ഇതിന്റെ പ്രത്യേകത 17.5 കിലോ സ്വർണമാണ് സമ്മാനമായിട്ട് വെച്ചിരിക്കുന്നത്. 115 കോടി രൂപ സമ്മാനം. അത് കൂടാതെ അപ്പൊ ഇത്രയും വലിയ സമ്മാന പദ്ധതിയോട് കൂടി ജനങ്ങളിലേക്ക് എത്തിയാൽ ഇതിലൂടെ വാങ്ങുന്ന ഒരാൾക്കും ടാക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കച്ചവടം ചെയ്യാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല. ഉദാഹരണം, 40 ലക്ഷം രൂപയിൽ കുറവുള്ള ഒരു വ്യാപാരിക്ക് ഇതിൽ ചേരാം, GST രജിസ്ട്രേഷൻ ഇല്ലാത്തത്. പക്ഷേ അതിനകത്ത് അവർക്ക് കൃത്യമായ കണക്കുകൾ സ്വാഭാവികമായി ഉണ്ടാകും. കാരണം ഇത് നമുക്കറിയാം, എല്ലാം റെക്കോർഡിക്കലാണ്, ഓൺലൈനിൽ കൂടാണ്, എല്ലാം നമ്മുടെ മൊബൈലിൽ വരും. ഞാൻ 40 ലക്ഷം രൂപയിൽ താഴെയാണ് കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ എടുക്കാതിരുന്നാൽ ഈ ആപ്പിലൂടെ വ്യാപാരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി എന്റെ യഥാർത്ഥ ബിസിനസ് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയുണ്ട്. ഇത് വളരെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ വളരെ തിരക്കിട്ട് വയനാട്, ഇന്നലെ എറണാകുളം, അവിടെ നിന്നാണ് ഓടിയത്. ശ്രദ്ധിച്ച് അങ്ങെത്തുന്നതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് എത്തിയത്. അപ്പൊ ഇത് ഗവൺമെന്റ് കുറച്ചുകൂടെ പഠിച്ചിട്ട് ഇത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ജനങ്ങൾ തീർച്ചയായും ഇത് ഈ ആപ്പിലൂടെ മാത്രം വാങ്ങിക്കാൻ തയ്യാറാവും. അതിന്റെ കാരണം അവർക്ക് ഒട്ടനവധി സമ്മാനങ്ങളാണ്, വലിയ സമ്മാനങ്ങളാണ് പറയുന്നത്. കാരണം എവിടുന്ന് സാധനം ഐറ്റം വാങ്ങിച്ചാൽ അവർക്ക് പോയിന്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഇതിനെല്ലാം സമ്മാനം ഉണ്ട്. ഇവയെല്ലാം ഗവൺമെന്റ് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് ആയിരക്കണക്കിന് GST ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടുകൂടി നമ്മുടെ സർക്കാരിലേക്ക് വരുമാനം കിട്ടിയാൽ, ആവശ്യത്തിന് പണം കിട്ടിയാൽ നമ്മുടെ നാട് സുഭിക്ഷമായി.
ഒരു കച്ചവടക്കാരനും കള്ളക്കച്ചവടം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ജനം ടാക്സ് തരാൻ തയ്യാറാണ്. പക്ഷെ ടാക്സ് ജനങ്ങൾക്ക് വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ടാക്സിന്റെ പുറത്ത് മറ്റു ചില വെട്ടിപ്പ് നടത്തുക, ഇതൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. അതോടൊപ്പം തന്നെ വൻകിട കോർപ്പറേറ്റുകളെ ഒരിക്കലും സാധാരണ എല്ലാ കടകളിലും ഇത്തരം ഹാപ്പുമോതിര വാങ്ങുമ്പോൾ സ്വാഭാവികമായും സാധാരണ ജനങ്ങൾ, ഇടത്തരക്കാരും എല്ലാവരും എല്ലാത്തരം വ്യാപാര സ്ഥാപനത്തിൽ കടന്നു വരാൻ തയ്യാറാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഗവൺമെന്റ് വേണ്ട സഹായം ഉണ്ടാകണം. എല്ലാ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് ചിലപ്പം ഭരണങ്ങൾ മാറി മാറി വരും. ആര് വന്നാലും ഭരിക്കുന്ന ഗവൺമെന്റിൽ പണമുണ്ടെങ്കിൽ രാജ്യത്ത് വേണ്ടുന്ന സഹായങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടാകൂ എന്നുള്ള വസ്തുത നാം തിരിച്ചറിയും. നമുക്കറിയാം, ഇന്നിപ്പം സാധാരണക്കാർക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 27 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു നമ്മുടെ പാവപ്പെട്ടവർ കൊടുക്കുന്ന പെൻഷൻ. അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ട് കറക്റ്റായിട്ട് കൊടുത്തോണ്ടില്ല. ഇപ്പൊ 2-3 മാസം കൊണ്ട് ചെറിയ ചെറിയ പെൻഡിങ് വരും. മനഃപൂർവ്വമല്ല, പണം നമ്മുടെ സമ്പത്തിന്റെ ലഭ്യത കുറവാണ്. ഉദ്ദേശിക്കുന്ന പോലുള്ള ഫണ്ട്, കിട്ടേണ്ട ഫണ്ട് പോലും കേന്ദ്രത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നു. ജനങ്ങളുടെ വാങ്ങൽശേഷി കുറയുന്നു. ഓൺലൈൻ ബിസിനസ് ശക്തമായെങ്കിലും ഇതിന്റെ ഫലമായി ഗവൺമെന്റ് കിട്ടേണ്ട ടാക്സ് കിട്ടുന്നില്ല. അപ്പൊ ഇതിന് ഓൺലൈൻ വ്യാപാരത്തിൽ നിന്ന് മാറുവാൻ, കോർപ്പറേറ്റുകളുടെ കള്ളക്കച്ചവടത്തിൽ നിന്ന് മാറുവാൻ, അവിടെ പോയി വാങ്ങിയാലും അവർക്ക് ഇപ്പൊ നമുക്കറിയാം, ഈ കോർപ്പറേറ്റുകൾ എല്ലാവരും ചെയ്യുന്ന ലക്കിടിപ്പ് വെറും ലോട്ടറി ടിക്കറ്റ് പോലുള്ള അത്തരത്തിൽ ആളെ പറ്റിക്കും. കാരണം അവർക്ക് ഇപ്പൊ 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിക്കുന്നവർക്ക് കുറെ കൂപ്പൺ കൊടുക്കുക. അപ്പൊ അത് ബില്ലുണ്ടെങ്കിലും ഇല്ലേലും കൊടുക്കാം, ആരും അറിയുന്നില്ല. ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സംരക്ഷിക്കുക, ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കുക, ഗവൺമെന്റ് ആവശ്യമുള്ള വരുമാനം ഉണ്ടാക്കുക. അങ്ങനെ വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് വരുന്നത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ പ്രയാസത്തിലാണ്. കാരണം ചെറുകിട വ്യാപാരികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പൊ വയനാട്ടിൽ ഞാൻ പല ദിവസങ്ങളെ അവിടെ പോയിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ 10 കോടി രൂപയുടെ സഹായമാണ് പ്രഖ്യാപിച്ചത്. വളരെ കൊച്ചു കച്ചവടക്കാര് നാണയത്തുട്ടുകൾ കൊണ്ട്. കാരണം ഗവൺമെന്റ് നിയമം അനുസരിച്ച് കച്ചവടക്കാർക്ക് ഇത്തരം പ്രളയം പോലുള്ള അപകടങ്ങളിൽ പണം കൊടുക്കുവാൻ നിയമപരമായ സാഹചര്യമില്ല. പിന്നെ പണ്ട് തോമസ് ഐസക് സാർ ചെയ്തത് കുറച്ചു പണം വ്യാപാരക്ഷമതയ്ക്ക് എടുത്തിട്ട് 5000 രൂപ വെച്ച് അപകടം ഉണ്ടായവർക്ക് കൊടുക്കും. അത് ആദ്യമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുറച്ച് കച്ചവടക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് 10 ലക്ഷം രൂപ ഇന്നലെ പോയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള കടപണിഞ്ഞു കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര ശക്തിയായി വ്യാപാരികൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കുകയാണ് വ്യാപാരികൾ. അപ്പം നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഹായം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഗവൺമെന്റിന് കൂടുതൽ സാമ്പത്തികമായി ശക്തിപ്പെടണം. അത് എല്ലാവരും ടാക്സ് അടച്ച് ടാക്സ് മുഖേന അല്ലാതെ കച്ചവടം ചെയ്ത് നമ്മളെല്ലാവരും അങ്ങനെ തീരുമാനിച്ചാൽ ഒരു കാരണവശാലും പബ്ലിക്കിന് അങ്ങനെ താല്പര്യമില്ല. പബ്ലിക്കിന് ഏത് കാര്യത്തിലാണെങ്കിലും ശരി ടാക്സ് കൊടുക്കാതെ വാങ്ങിക്കണമെന്ന് താല്പര്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് 4 കച്ചവടക്കാർ ഒരാൾ ടാക്സ് കൊടുക്കാതെ വാങ്ങാതെ നിൽക്കുമ്പോഴാണ് 3 പേർക്ക് ബുദ്ധിമുട്ടാകുന്നത്, മറ്റൊരു കള്ള കച്ചവടക്കാരെ മാറുന്നത്. അതിലേക്ക് കടക്കാതെ ഇത്തരം ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വ്യാപാരത്തെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്തുകയും ഗവൺമെന്റ് ശക്തിപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ നല്ല കാര്യങ്ങളാണ് വ്യാപാരികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറഞ്ഞു. കാരണം ഏറ്റവും പ്രധാനം ഈ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ചരിത്രത്തിലാദ്യമായി ബഡ്ജറ്റിൽ ഒരു കണ്ണിക ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. 1957 മുതലുള്ള ഇന്ന് വരെയുള്ള ബഡ്ജറ്റ് പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ബഡ്ജറ്റിൽ വ്യാപാരികളെ സ്പർശിക്കുന്ന ഒരു കണ്ണിക ഉണ്ടായിരുന്നില്ല. കർഷകരെ കുറിച്ച് അടക്കം എല്ലാവർക്കും കുറിച്ച് കണ്ണിക ഉണ്ടായിരുന്നു. അതുപോലെ 1964 മുതൽ കുടിശ്ശിയായി കിടന്ന സെയിൽ ടാക്സിന്റെയും വാറ്റിന്റെയും 50,000 രൂപയുള്ള കുടിശ്ശിക പൂർണ്ണമായി എഴുതിത്തള്ളി. കേരള ചരിത്രത്തിൽ 1981 CM ജോർജിന്റെ നേതൃത്വത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി EMS EK നായരോട് നമ്മൾ ആവശ്യപ്പെട്ടാണ് എഴുതി തന്നത്. എല്ലാ മുഖ്യമന്ത്രിമാരും ആവശ്യപ്പെട്ടാണ്. പക്ഷെ ഇപ്പോഴാണ് അതിനവസരം ഉണ്ടായത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ഉണ്ടായതായിരുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൗജന്യം നമുക്ക് അത്തരത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്.
ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവയൊക്കെ അദ്ദേഹത്തിന്റെ സഹായത്താൽ, ഗവൺമെന്റ് സഹായത്താൽ പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.